ഇത്രയും കാലം എല്ലാം മറച്ചു വെക്കാൻ പറ്റാന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമാണോ? MLA എന്ന പദവിയെ നന്ദേട്ടൻ ദുരുപയോഗം ചെയ്ത് ആ മാലിന്യ പ്ലാന്റിനുള്ള അനുമതി നേടിയെടുത്തതിലും ആ ഫയല് മോഷ്ടിച്ചെടുത്തതിന് പിന്നിലുള്ളത് ആരായാലും അത് വെറുതെ അങ്ങ് സംഭവിച്ചു പോയതാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ലഹരിക്കടിമയായ മക്കള് അച്ഛനമ്മമാരെ കൊല്ലുന്നു. ഇവിടെ ആർക്കടിമപ്പെട്ടിട്ടാ സ്വന്തം ഭാര്യയോട് ഇത്രയും ദ്രോഹം ചെയ്യുന്നേ? അതിനെ മറയ്ക്കാൻ ഒരു കൊലപാതകം ചെയ്തതാണെന്ന് പറഞ്ഞ അപ്പാടെ വിഴുങ്ങാൻ എനിക്ക് പറ്റില്ല. ചേച്ചി, ഇതൊരു ക്രൂഷ്യൽ സിറ്റുവേഷനാ. ഇതില് പതറിപ്പോകരുത്. ചേട്ടാ, നീ എന്തേ മുറി തന്നെ ഇരിക്കുന്ന? വെറുതെ. അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും പറഞ്ഞോ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ നിന്നെക്കുറിച്ചും. ഋഷിയുടെ കാര്യം നീ എന്താ ഇതുവരെ മറച്ചു വെച്ചത്? ഗിരീഷേട്ടാ, നന്ദ, നന്ദ. ഗിരീഷേട്ടാ, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാ. ആ കുറ്റബോധം മനസ്സിലുള്ളതുകൊണ്ടാ ദേവിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയത്. ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ. അതാ എല്ലാരോടും അകൽച്ച കാണിച്ചു ഞാൻ. പോയി ഗിരീഷേട്ടാ, എന്റെ ജീവിതം പോയി. എന്റെ ലൈഫ് മാത്രമല്ല, കുടുംബത്തിന്റെ അന്തസ്സും സൽപ്പേരും ഒക്കെ ഞാൻ കാരണം ഇല്ലാതാവാൻ പോവാ. എടാ, ഇങ്ങനെ കടന്നു കയറി ചിന്തിക്കാതെ വരട്ടെ. പാവ അമ്മയെ കരുതിയ, ഇല്ലെങ്കിൽ ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒക്കെ ഏറ്റു പറഞ്ഞ് കീഴടങ്ങിയാനെ. ദേവി വന്നായിരുന്നു. അവളോടെല്ലാം തുറന്നു പറഞ്ഞപ്പോഴാ കുറച്ചൊരു സമാധാനം കിട്ടിയത്. ഇപ്പതാ ഗിരീഷേട്ടനും. സത്യത്തില് ഇപ്പൊ ഒരു ശാന്തത തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ചെയ്ത തെറ്റില്ലാതാവുന്നില്ലല്ലോ. എല്ലാവരുടെ മനസ്സിൽ ഞാനിപ്പോ പഴയ നന്ദനല്ല, ഒരു ഒരു കൊലപ്പുള്ളിയല്ലേ. ഗിരീഷേട്ടൻ എന്നോട് സഹതാപം തോന്നുന്ന പോലെ ചിലപ്പോ അടുത്ത് നിൽക്കാൻ പേടിയും തോന്നുന്നുണ്ടാവും, അല്ലേ? എന്താടാ, നിന്റെ അടുത്തിരിക്കാൻ പേടിയോ? നിന്റെ ഉപദേശം, നിന്റെ വാക്കുകളൊക്കെ എനിക്ക് വല്ലാത്ത ആത്മവിശ്വാസം തരുന്നു. സത്യം പറഞ്ഞ ഞാനല്ല, നീയാ എന്റെ ചേച്ചിന്ന് തോന്നിപ്പോവാ. ഞാൻ അനിയത്തി തന്നെയാ. പക്ഷേ ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ ചേച്ചിയാകാതെ പറ്റില്ലല്ലോ. ചിരിച്ചു മുന്നിൽ നിൽക്കുന്നവരൊക്കെ നന്മ ഉള്ളിലുള്ളവരാണെന്ന് ചേച്ചിക്ക് തോന്നും. ഓരോ ചിരിയിലും വാക്കുകളിലും പൊതിഞ്ഞു വച്ചിരിക്കുന്ന ഒരു ലക്ഷ്യം അകത്തുണ്ടാവും.
അത് മനസ്സിൽ കാണാൻ കഴിയണം. അതിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. എനിക്ക് എന്റെ ചേച്ചിയോട് ഒന്നും ഉള്ളിൽ വെക്കാതെ പറയാം, പെരുമാറാം. പക്ഷെ എല്ലാരും അങ്ങനെ ആവണമെന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ നീ തുറന്നു പറയോ? സത്യം പറയണം. എന്താ? നീ ഈ പറയുന്ന വാക്കുകളൊക്കെ നിന്നെ പഠിപ്പിക്കുന്നത് ആരാ? എന്ന് ചോദിച്ചാ ശരി, അത് വിട്. നീ ഇഷ്ടപ്പെടുന്നത് ആരെയാ? ഞാനോ? ഞാനിപ്പോ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ ചേച്ചിയാ. പിന്നെ അച്ഛനെയും അമ്മയും ഒക്കെ ഇഷ്ടാ. ശരി, നോക്ക്, നിന്റെ മനസ്സിൽ ആരായാലും നീ തുറന്നു പറഞ്ഞോ. തിരിച്ചറിവില്ലാതെ ആരെങ്കിലും കയറി പ്രേമിച്ച് നീ ജീവിതം പാഴാക്കി കളയില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് പഴയൊരു പേടിയുമില്ല. ഇപ്പൊ ഉള്ളത് അറിയാനുള്ള ആഗ്രഹമാ. പറ, ആരാ ആള്? പറയാം ചേച്ചി. ചേച്ചിയോട് ഞാൻ ഒന്നും മറച്ചു വെക്കില്ല, ഒക്കെ പറയാം. വരട്ടെ, സമയം കിട്ടട്ടെ. ഇപ്പോ എന്റെ പ്രേമമല്ല പ്രധാനം, ചേച്ചിയുടെ കുടുംബ പ്രശ്നം ശരിയാക്കണ്ട. നന്ദേട്ടന്റെ കാര്യങ്ങൾ, അച്ഛന്റെ അവസ്ഥ, ആദ്യം അതൊക്കെ ഒന്ന് നേരെയാവട്ടെ. അതെ, ചെയ്ത തെറ്റിനെ ഓർത്ത് കരയുന്നവനാ നീ. അങ്ങനെ ഒരാളുടെ അടുത്തിരിക്കുമ്പോ പേടിയല്ല, അഭിമാനാ തോന്നുന്നത്. പശ്ചാത്തപിക്കാൻ അറിയാവുന്ന ഒരാളാണല്ലോ നീ എന്നോർത്ത് അഭിമാനം. ഇനി എന്ത് ചെയ്യും ഗിരീഷേട്ടാ? എനിക്ക് പറയാനുള്ള ഇതാ, എന്തും നേരിടാൻ ഇപ്പോഴേ തയ്യാറാവണം നീ. നിന്നെ രക്ഷപ്പെടുത്താന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നീ ധൈര്യമായിട്ട് നിൽക്കണം, പേടിക്കരുത്. എന്തായാലും സിദ്ധാർത്ഥൻ സാർ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ദേവിയോടും കൂടെ ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്തോളും. ദേവിക്ക് എന്നോടുള്ള വെറുപ്പ് കൂടുകയുള്ളൂ. അവളോട് ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. ഒരു ഭാര്യയ്ക്കും അതൊന്നും സഹിക്കാനോ മാപ്പ് തരാനൊന്നും പറ്റില്ല. അതെ, കാര്യങ്ങളൊക്കെ ദേവിക്ക് മനസ്സിലാവുമല്ലോ. നീ വിഷമിക്കാതെ. പിന്നെ ചേച്ചി, പ്രധാനപ്പെട്ട ഒരു കാര്യം, അച്ഛന്റെ അമ്മയുടെ മുന്നില് ചേച്ചി പതറിപ്പോരുത്. ഇപ്പൊ തന്നെ മുറിയിലെ ചേച്ചിയുടെ മുഖം മാറിയത് അച്ഛൻ ശ്രദ്ധിച്ചു എന്നാ തോന്നുന്നത്. നന്ദേട്ടൻ ഋഷിയെ കൊന്നു എന്നുള്ള കാര്യം ഒരു സാഹചര്യത്തിലും അമ്മയും അച്ഛനും അറിയരുത്. അവർക്കത് താങ്ങാൻ പറ്റില്ല. എനിക്കറിയാം ശരി, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ വാ, വന്നേ. ഞാൻ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് മനസ്സിനെ ശാന്തമാക്കി നിർത്തണം. നീ വരുന്നു, നമുക്ക് പുറത്ത് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി വരാം. വേണ്ട, ഗിരീഷേട്ടൻ പൊക്കോ. ഗിരീഷേട്ടാ, രജനീച്ചി അറിഞ്ഞോ ഈ അനിയൻ ഒരു കൊലപ്പുള്ളിയാണെന്ന്? എന്റെ ചേച്ചിക്ക് എന്ത് വിഷമാവും? സഹിക്കാൻ പറ്റുമോ? ഏയ് നന്ദ, ചേച്ചിയോട് പറഞ്ഞോ? എന്തായാലും അറിയണ്ടല്ലേ? ഏയ് എന്താടാ ഇത്? ഗിരീഷേട്ടൻ പൊക്കോ.
സ്വിച്ച് ഓഫ്. ഇങ്ങനെ സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ നീ വിളിച്ചോണ്ടിരിക്കുന്നത്? ഒന്ന് ക്ഷമിക്കുമല്ല. അവൻ പേടിച്ചിരിക്കുക. മാധവനെ തല്ലിയ കാര്യം ദേവിക അറിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഓർത്ത് പേടിച്ചിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ആവാൻ പാടില്ലല്ലോ. ആ, നീ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ ബല്ല. ഇനിയിപ്പോ രാവിലെ വിളിക്കാം. ഇല്ല, എനിക്ക് അവനെ കാണണം. ഇപ്പൊ തന്നെ കാണണം. നീ എന്തായി പറയുന്ന ബല്ല? ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട് പാപ്പ. എനിക്ക് അവന്റെ അടുത്തെത്തണം. അവനെ ഒരു സപ്പോർട്ട് കൊടുക്കണം. പിന്നെ ദേവിക അവന്റെ അടുത്തേക്ക് വരാതെ നോക്കണം. ഈ ഒരു പ്രശ്നത്തിൽ നീ വെറുതെ തലയിടല്ലേ? നോ പാപ്പ, അവന്റെ ഏത് കാര്യവും എന്റെയും കൂടിയാ. ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു തരത്തിലും ദേവിക നന്ദന്റെ അടുത്തോട്ട് വരാൻ പാടില്ല. അതിന് ഞാൻ നന്ദന്റെ കൂടെ വേണം. നന്ദനോടുള്ള നിര ഈ ഭ്രാന്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നന്ദനോട് അടുപ്പം ഉണ്ടാക്കുന്നതിന്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. എനിക്ക് നന്ദനെ കാണണം. ഞാനൊന്ന് പോയിട്ട് വരാം. നിക്കട്ടെ ഇവിടെ. ഇപ്പൊ എന്തായാലും നീ പോകുന്നില്ല. പാപ്പാ, പറയുന്ന അനുസരിക്കുമല്ല. ഇപ്പൊ എന്ത് സംഭവിച്ചാലും ഈ രാത്രിയിൽ നീ എവിടേക്കും പോകുന്നില്ല. അവന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയണം. എന്നിട്ട് അവനെ സമാധാനിപ്പിക്കാൻ എനിക്ക് കൂടെ ഇരിക്കണം. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അനുസരിച്ചേ പറ്റൂ. വിളിച്ചിട്ട് കിട്ടാത്തോണ്ടല്ലേ? കേറിപ്പോകാത്ത പാപ്പ, കേറിപ്പോൻ. ഹലോ. ഹലോ, ദേവിക മോളല്ലേ? അതെ. മോള് ഞാൻ ഗിരിയുടെ അമ്മയാ. ആ ആന്റി പറ. മോള് ആശുപത്രിയിലല്ലേ? മോളുടെ അച്ഛൻ എങ്ങനെയുണ്ട്? നല്ല ഭേദമുണ്ട്. ചിലപ്പോ നാളെ ഡിസ്ചാർജ് ചെയ്യും. നന്ദനൊരു അബദ്ധം സംഭവിച്ചതാണല്ലേ? ഗിരി പറഞ്ഞു. ഓർക്കാതെ ഓരോന്ന് വന്നു പോയാൽ എന്ത് ചെയ്യും? മാധവനെ നന്ദൻ കണ്ടു കാണില്ല. അമ്മേ, ദേവികയാണോ? ആ അതെ. ഇങ്ങോട്ട് വിളിച്ചാണോ? ഇല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. അമ്മ ഫോണിങ് തന്നെ. ഞാൻ സംസാരിക്കട്ടെ മോളെ? ഇങ്ങ് തരാൻ. ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. അമ്മ ഇങ്ങ് താ, ഒരു മിനിറ്റ്. ഇങ്ങ് തരാൻ. ഇത് ഞാനാ, രജനി. രജനി ചേച്ചി പറ. ദേവികെ, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പ്രായമായ ആളല്ലേ, കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറയണം അച്ഛനോട്. വല്ല കാര്യം ഉണ്ടായിരുന്നോ വഴിയെ പോയ വയ്യാവേലെടുത്ത് തലയിൽ വെക്കാൻ? അവിടെ പിള്ളേര് തല്ലുകൂടിയപ്പോ അവിടേക്ക് എന്തിനാ വലിഞ്ഞേറി ചെന്നത്? വലിഞ്ഞു കയറി ചെന്നതല്ല. ഗിരീഷേട്ടൻ പറഞ്ഞില്ലേ, നന്ദുവിനെ തല്ലുന്ന കണ്ടിട്ട് സഹായിക്കാൻ ചെന്നതാ. എന്നിട്ട് സഹായിച്ചോ? വാങ്ങിച്ചു കൂട്ടിയല്ലോ. അവൻ ആരുടെയും സഹായം വേണ്ട. നന്ദന്റെ കാര്യം നോക്കാൻ അവനറിയാം. അവന്റെ അടുത്ത് ആരെങ്കിലും ആളാകാൻ ചെന്നാ അത് ഏത് ചക്രവർത്തി ആണെങ്കിലും അവൻ ചെയ്യേണ്ടത് ചെയ്യും. ഇപ്പൊ കാര്യങ്ങൾ എവിടെ എത്തി നോക്ക്. കുറ്റക്കാരൻ എന്റെ അനിയനായില്ലേ? ചേച്ചി എന്താ പറയുന്നേ? ഇവിടെ ആരെയും കുറ്റക്കാരനാക്കിയിട്ടില്ല. നന്ദു അച്ഛനെ തല്ലിന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായി. പിന്നീട് യാഥാർത്ഥ്യം അറിയുകയും ചെയ്തു. അല്ല, നീ ചാടിക്കേറി ചന്ദ്രോത്ത് പോയെന്നൊക്കെ അറിഞ്ഞു. ഒരു കാര്യത്തിന്റെ വാലും തുമ്പും അറിയാതെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കിയെന്തിനാ? ചേച്ചി, ഞാൻ തർക്കിക്കാനില്ല. പറഞ്ഞില്ലേ, നന്ദു ആണ് അച്ഛനെ തല്ലിന്നറിഞ്ഞപ്പോ നിയന്ത്രണം വിട്ടുപോയി. ഞാൻ അവിടെ പോയെന്നുള്ളതും പ്രതികരിച്ചതൊക്കെ സത്യമാ. എന്റെ സ്ഥാനത്ത് ചേച്ചി ആയാലും അതേ ചെയ്യുള്ളൂ. വേണ്ട വേണ്ട, എന്നെ നിന്നെ ഒരു വണ്ടിയിൽ കെട്ടണ്ട. ശരി, എന്തായാലും ഞാൻ പോയി. തിരിച്ചു വന്നതൊക്കെ ഏതവസ്ഥയിലാണെന്നും എന്റെ മനസ്സിപ്പോ എങ്ങനെയാണെന്നും ചേച്ചിക്ക് മനസ്സിലാവില്ല. ഞാനൊരു എടുത്തുചാട്ടം കാണിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ സോറി പറയുന്നു. ഒരു സോറി പറഞ്ഞ എല്ലാം അങ്ങ് തീരുവോ? നിന്റെ ഏതോ ഒരു ഫയല് കണ്ടില്ല എന്ന് പറഞ്ഞ് അവനെ പെടാ പാടുപെടുത്തി. സ്വന്തം വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയി. ദേവികെ, ഒരു കാര്യം ഞാൻ പറയാം. ചന്ദ്രോത്ത് MLA കണ്ടു തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല. ചേച്ചി,
ചേച്ചി എന്റെ അച്ഛന്റെ അവസ്ഥ അറിയാനാണോ എന്നെ ആക്ഷേപിക്കാനാണോ ഫോൺ വാങ്ങിച്ചത്? ഒരു ദിവസം ചേച്ചി സത്യങ്ങളൊക്കെ അറിയും. അന്ന് ചേച്ചിക്കൊക്കെ മനസ്സിലാവും. എനിക്കൊക്കെ മനസ്സിലായി മോളെ. നീ MLA ആയി കഴിഞ്ഞപ്പോ അവനെ എന്തോ നിന്റെ അവസ്ഥയ്ക്കൊത്ത് പറ്റില്ല എന്നൊരു തോന്നല്. അപ്പൊ പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി. MLAയുടെ ഗ്ലാമറിന് അവൻ പറ്റില്ലെന്ന് തോന്നിക്കാണും. ആ അതെ, അങ്ങനെ തന്നെയാ. എന്താ? എന്റെ ഗ്ലാമറിന് നന്ദു ശരിയാവില്ല എന്ന് തോന്നി. അങ്ങനെ തന്നെയാ ഞാൻ ഇറങ്ങി പോകുന്നത്. ചേച്ചിക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു സമയത്ത് എനിക്ക് വേണ്ടി ഏറ്റവും വാദിച്ചതും എന്നെ സഹായിച്ചതും ഒക്കെ ചേച്ചിയാ. ആ ഒരു കടപ്പാടുള്ളതുകൊണ്ടാ മനസ്സിനെ കുത്തി നോവിച്ച് ചേച്ചി സംസാരിക്കുമ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരുന്നേ. പക്ഷേ ക്ഷമയ്ക്ക് പരിധിയുണ്ട്. എന്തനാവശ്യം പറഞ്ഞാലും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പ്രതികരിച്ചു പോവും. എന്റെ ചോദ്യങ്ങൾക്ക് ചേച്ചിക്ക് ചിലപ്പോ ഉത്തരം തരാനും പറ്റില്ല. ഓ, അപ്പൊ നീ ഒരുങ്ങി തന്നെ നിൽക്കുവല്ലേ? ഹലോ, നീ കട്ടിയതല്ലേ? രജനി, നീ എന്തായി കാണിച്ചേ? എന്താമേ? ഞാൻ ദേവിയോട് സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നില്ലേ? ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അവളെ കുറ്റപ്പെടുത്തി എന്തൊക്കെയാ പറഞ്ഞേ? ഇതൊരു മര്യാദ കെട്ട പ്രവൃത്തിയായിപ്പോയി. എന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോയവളോട് അമ്മ എന്തിനാ വലിയ അടുപ്പവും സ്നേഹവും കാണിക്കാൻ പോയത്? അവളെപ്പത്ത് പറയണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. ഇപ്പോഴൊരവസരം ഒത്തു വന്നത്. പക്ഷെ നീ ഇപ്പൊ എന്നെ ആക്ഷേപിച്ചത്. ഞാനൊന്ന് സംസാരിച്ച് കഴിയുന്നവരെങ്കിലും നിനക്കൊന്ന് ക്ഷമിച്ചു നിൽക്കായിരുന്നു. ദേവികയുടെ കാര്യത്തില് എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റില്ലമ്മേ. ഞാൻ ചെയ്ത് അത്ര വലിയ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. സാർ വിഷമിക്കണ്ട. അവന് നമ്മളെ ഓർത്തിട്ടുള്ള സങ്കടമാ. പാവം, അവൻ മനഃപൂർവ്വം ഋഷിയെ അപകടപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ലല്ലോ. നമുക്ക് നല്ലൊരു വക്കീലുമായിട്ട് സംസാരിക്കണം സാർ. ആ പഴയ കാട്ടൂരാൻ വക്കീലിനൊന്ന് പോയി കണ്ടാലോ? വരട്ടെ ഗിരീഷേ, ഞാനും അത് ആലോചിച്ചതാ. പക്ഷേ വക്കീലിനെ കാണുന്നതിന് മുമ്പ് ജഡ്ജിയോട് തന്നെ അഭിപ്രായം എടുക്കാം. ജഡ്ജിയോ? ആ, നമ്മുടെ ഹരിയേട്ടൻ ജില്ലാ ജഡ്ജിയല്ലേ? ആ, ഇപ്പൊ അവധിയെടുത്ത് വിദേശത്താ. ഹരിയേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇത്തരം ഒരുപാട് കേസുകൾ പഠിച്ചിട്ടുള്ള ആളല്ലേ. അതൊരു നല്ല തീരുമാനമാണ്. എന്തായാലും നന്ദനൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കണം. കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്താൻ വേണ്ട. സാർ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. നമുക്ക് നോക്കാന്നേ. ആ, ഗിരീഷ് എന്നാ ചെല്ല്. രജനി മോളോട് ഇപ്പൊ തന്നെ ഒന്നും പറയാൻ നിൽക്കണ്ട. സമയവും സാവകാശം നോക്കി പറഞ്ഞാൽ മതി. ശരി സാർ. അമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല. അച്ഛൻ വിളിക്കുന്നുണ്ട്. എന്താമ്മേ, അച്ഛനുമായിട്ട് പിണങ്ങിയോ? അപകടത്തിൽ കിടക്കുന്ന മനുഷ്യനോട് ദേഷ്യം വരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാ? എന്താ അമ്മേ, അച്ഛൻ എന്താ പറഞ്ഞേ? അല്ല, മാധവേട്ടൻ ചോദിക്കുന്നതിലും കാര്യമുണ്ട്. എന്താ?
ചന്ദ്രോത്താർക്കെങ്കിലും ഇതുപോലെ അപകടം പറ്റി ആശുപത്രിയിലായ നമ്മുടെ വീട്ടിൽ നിന്ന് ആരൊക്കെ പോവും? നീ പോവില്ലേ? മാധവേട്ടൻ പോവില്ലേ? എല്ലാവരും പോവും. ഇപ്പൊ തന്നെ ഈ ശാരിയാണ് സിദ്ധാർത്ഥൻ സാറിന്റെ തലയടിച്ച് പൊട്ടിച്ചെങ്കിൽ ഇവളടക്കം എല്ലാവരോടും പോയി കാത്തുകെട്ടി കിടക്കില്ലേ? സ്വന്തം ഭാര്യയുടെ അച്ഛന്റെ തലയടിച്ച് പൊട്ടിച്ചിട്ട് നന്ദനൊന്ന് വന്നോ? ഒന്ന് വിളിച്ചു ചോദിച്ചോ? ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നോ?